الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുകയും പ്ലാൻ ചെയ്യുകയുമൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അത് നാം വിചാരിച്ചതുപോലെ നടക്കാതെ പോകുന്ന അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വല്ലാത്ത വിഷമവും സങ്കടവും നിരാശയുമൊക്കെ ചിലപ്പോൾ പിടികൂടുകയും ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വളർത്തി വലുതാക്കിയ ഒരു മകളെ കെട്ടിച്ചയക്കാൻ വേണ്ടി പലരോടും പറഞ്ഞ് അന്വേഷണങ്ങൾ നടത്തി ഒരു ബന്ധം ഉറപ്പിച്ചു. ആ വിവാഹത്തിന്റെ നിശ്ചയവും തീരുമാനിച്ചു, ഡേറ്റ് നിശ്ചയിച്ചു, കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കത്തുകൾ അടിച്ചു, ഹോള് ബുക്ക് ചെയ്തു, പലരെയും അതിലേക്ക് വേണ്ടി ക്ഷണിച്ചു. അന്നേ ദിവസം ഒരുക്കേണ്ട സദ്യക്ക് വേണ്ടുന്ന, ഭക്ഷണത്തിന് വേണ്ടുന്ന എല്ലാ പരിപാടികളും നമ്മൾ ചെയ്തു. പക്ഷെ എങ്ങനെയെല്ലാം നമ്മൾ ഒരുങ്ങിയതിന്റെ അവസാന നിമിഷത്തിലായിരിക്കും ഒരുപക്ഷെ ആ ബന്ധം, ആ വിവാഹം അങ്ങ് ഒഴിഞ്ഞു പോകുന്നത്. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ആ വാപ്പയുടെ മനസ്സ്, ആ കുടുംബത്തിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുകയും നീറുകയും ചെയ്യുന്നു എന്നത് നമുക്ക് ഓരോരുത്തർക്കും സങ്കല്പിക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. ഏകദേശം അതിന് സമാനമാണ് ഈ കൊല്ലത്തെ
ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ആളുകളുടെ അവസ്ഥ പരിശോധിച്ചാൽ പ്രൈവറ്റ് ഗ്രൂപ്പുകളിലൂടെ പോകുവാൻ വേണ്ടി പാസ്പോർട്ട് കൊടുത്ത് പണം നൽകി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹോദരന്മാർ എല്ലാ ഒരുക്കങ്ങളും നടത്തി യാത്ര പോലും പലരോടും പറഞ്ഞു. പക്ഷേ ഈ കൂട്ടത്തിൽ പകുതിയിലധികം ആളുകൾക്ക് അതിന് സാധിച്ചിട്ടില്ല, അവസരം കിട്ടിയിട്ടില്ല എന്ന ദുഃഖകരമായ വാർത്തയാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ വായിച്ചത്. അഥവാ 100-ൽ 60ഓളം ആളുകൾ അതിന്റെ പുറത്താണ്. അവർക്ക് സാമ്പത്തികമായ സൗകര്യങ്ങളില്ലാഞ്ഞിട്ടല്ല, ഹജ്ജ് ചെയ്യുവാൻ കൊതിയില്ലാഞ്ഞിട്ടല്ല, മാനസികമായും എല്ലാ നിലയിലും ഒരുങ്ങി തയ്യാറെടുത്ത അതിനുവേണ്ടി പ്രത്യേകം ഒരുക്കേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച ഈ അവസ്ഥയിൽ അവർക്ക് ഹജ്ജിന് പോകുവാൻ സാധ്യമല്ല എന്നുള്ള വിവരം കിട്ടിയപ്പോൾ അവരിൽ പല ആളുകളും ആ സങ്കടങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് ഹജ്ജിന്റെ യാത്രയിൽ എന്ന് മാത്രമല്ല ഏത് യാത്രയിലും സംഭവിക്കാം. ഏത് പദ്ധതികളും പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഇത്തരം ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ നാം ഉഴറിപ്പോവുകയും നിരാശരായി മനം മടുത്ത് ജീവിതത്തിന്റെ ശരിയായ പാതയിൽ നിന്ന് റൂട്ട് തെറ്റി സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകും. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പടച്ച റബ്ബുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് ശക്തമാക്കുവാനും പടച്ച റബ്ബിനോട് നിരന്തരമായി ഖൈറിന് വേണ്ടി ചോദിക്കുവാനും ഒക്കെ നമ്മൾ മനസ്സ് അറിയുക, മനസ്സ് വെക്കുക എന്നതാണ്. നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സൃഷ്ടാവായ പടച്ച റബ്ബിനോടാണ്. എല്ലാം അവനിൽ തവക്കുലാക്കി നിരന്തരം ദുആ ചെയ്യാൻ, ഖൈറ് കിട്ടാൻ വേണ്ടി. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നാൽ അൽഹംദുലില്ലാഹ് നമുക്ക് സന്തോഷിക്കുവാനും അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുവാനും സാധിക്കും. ഇനി നമ്മൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത് എങ്കിൽ അതിലും എന്തെങ്കിലും ഖൈറുണ്ടാകും എന്ന് കരുതി സമാശ്വസിക്കുവാനും പടച്ച റബ്ബിനോട് നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മളോട് പറയാൻ പറഞ്ഞത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഞാനിതാ അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ നാമത്തിൽ വീട് വിട്ടിറങ്ങുന്നു. എന്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ലക്ഷ്യങ്ങളും എന്റെ എല്ലാ സംഗതികളും പടച്ച റബ്ബിൽ അള്ളാഹുവിൽ ഞാൻ ബരമേൽപ്പിച്ചിരിക്കുന്നു, തവക്കുലാക്കിയിരിക്കുന്നു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആ റബ്ബിനെ കൊണ്ടല്ലാതെ ഒരു ഗുണം കൊണ്ടുവന്ന് തരാൻ, ഒരു ദോഷം മാറ്റിത്തരാൻ ഒരു കഴിവും ശക്തിയും ആർക്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങാനാണ് ഏത് കാര്യത്തിലും, ഏത് യാത്രയുടെയും സന്ദർഭത്തിൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ ഏതൊരു കാര്യത്തിലും നമ്മളൊരു വീടെടുത്തു എന്ന് സങ്കല്പിക്കുക, അതല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങിച്ചു എന്ന് നമ്മൾ കരുതുക, അതല്ലെങ്കിൽ പുതിയൊരു സംരംഭത്തിലേക്ക്, ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് എങ്കിൽ, അതുമല്ലെങ്കിൽ നമ്മൾ വിവാഹം ചെയ്ത് ഒരു പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നുവെങ്കിൽ അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതിലെ ഖൈർ കിട്ടുവാൻ വേണ്ടി ആ വാഹനത്തിൻ്റെതാണെങ്കിലും ആ വീടിൻ്റെതാണെങ്കിലും ആ കുടുംബത്തിൻ്റെതാണെങ്കിലും ഒക്കെ അതിന്റെ ഖൈറിൽ നിന്ന് പടച്ചവനെ നിന്നോട് ചോദിക്കുകയും അതിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന പ്രാർത്ഥന എല്ലാ വിഷയത്തിലുമുണ്ട്. വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ രാത്രിയിൽ തന്നെ തന്റെ ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള പ്രത്യേകമായ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തൊക്കെ ചെയ്തു വന്നത് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അവരുടെ ഖൈറ് ചോദിച്ചുകൊണ്ടാണ്, ഷർറുകളിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടാണ്. ആ രീതിയിലുള്ള പ്രാർത്ഥന എല്ലാ വിഷയത്തിലും ഉണ്ടാകണം. നമ്മൾ യാത്രക്ക് പോകുമ്പോൾ വാഹനത്തിൽ കയറിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി കാന ഇദസ്തവാ അലാ ബഈരിഹി ഖാരിജൻ ഇലാ സഫരിൻ, ഒരു യാത്ര ഉദ്ദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയും വാഹനപ്പുറത്ത് കയറിയിരുന്നാൽ, ആ മൃഗത്തിന്റെ പുറത്ത് കയറിയിരുന്നാൽ കബ്ബറ സലാസൻ, 3 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന തക്ബീർ പറയും. സുമ്മ ഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്ന ദുആ, നമ്മളെ പഠിപ്പിച്ച ആ ദിക്ർ ദുആ ഇങ്ങനെയാണ്: സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമുക്കൊക്കെ അറിയാവുന്ന പ്രാർത്ഥന. അല്ലാഹുവേ, ഞങ്ങൾക്കാർക്കും ഇതിനെ കീഴ്പ്പെടുത്തുവാൻ പറ്റുമായിരുന്നില്ല, നീ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നതാണ്. എന്നിട്ട് പറയുന്ന ചില വാചകങ്ങളുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ
അൽ ബിർറ വത്തഖ്വ. ഈ യാത്രയിൽ എല്ലാവിധ നന്മയും പുണ്യവും തഖ്വയും ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. വമിനൽ അമലി മാ തർള, നീ തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖ് പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകണമേ. ഹവ്വിൻ അലൈന അല്ലാഹുമ്മ ഹവ്വിൻ അലൈന സഫറന ഹാദാ വത്വി അന്നാ ബുഅദ. ഈ യാത്രയുടെ എല്ലാ ക്ലേശങ്ങളും ഞങ്ങൾക്ക് ലഘൂകരിച്ച് അതിന്റെ ദൂരം ഞങ്ങൾക്കൊരു പ്രയാസമില്ലാതെയാക്കി ഞങ്ങൾക്ക് എളുപ്പമാക്കി തരേണമേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ, പടച്ച റബ്ബേ അല്ലാഹുവേ നീയാണ് ഞങ്ങളുടെ കൂടെ യാത്രക്ക് ഞങ്ങൾക്ക് സഹായിയായി ഉള്ളത്. അതേപോലെ തന്നെ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, കുടുംബത്തിൽ വീട്ടുകാർക്ക് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ അല്ലാഹുവേ നീയാണുള്ളത്, നിന്നിലാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ വകആബത്തിൽ മൻളർ വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ. അല്ലാഹുവേ യാത്രയിൽ ഉണ്ടാകുന്ന എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും അതേപോലെ തന്നെ മോശമായ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളിൽ നിന്നും മോശമായ അവസ്ഥ കുടുംബത്തിലും സമ്പത്തിലും ഒക്കെ സംഭവിക്കുന്നതിൽ നിന്നും നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം അള്ളാഹുവിനോട് ഖൈറിനെ തേടി ഷർറിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ മനസ്സ്, അതൊരു വിശ്വാസിയുടെ മുഖമുദ്രയായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. യാത്രയിൽ എന്നല്ല, ഏത് ഘട്ടത്തിലും അത് വേണം. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിലും അതിലും ഖൈറുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ, അതാണ് എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ ഒരു യഥാർത്ഥ വിശ്വാസിയാണോ നമ്മൾ? ജീവിതത്തിൽ ഒന്നും ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നത് നഷ്ടമായിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. വിശ്വാസിയുടെ കാര്യം അത്യത്ഭുതകരമാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഖൈറേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ ഷർറ് എന്ന് പറയുന്നത് ഒന്നില്ല. അഥവാ ആളുകൾക്കിടയിൽ ഷർറായി തോന്നുന്ന കാര്യം പോലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ് എന്നാണ്. പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാവുകയില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം. മറിച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുവാൻ സാധിച്ചാൽ എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ചത് അതിൽ ഖൈറുണ്ടാകും എന്ന് കരുതി ക്ഷമിക്കുവാൻ സാധിച്ചാൽ ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അത്തരം ക്ഷമാശീലരോടൊപ്പമാണ് അല്ലാഹു. അല്ലാഹുവിന്റെ മഅയ്യ ഖാസ്സ, പ്രത്യേകമായ ഒരു സാമീപ്യം, അടുപ്പം അല്ലാഹു അത്തരക്കാരോട് കാണിക്കും. അഥവാ അല്ലാഹുവിന്റെ സംരക്ഷണയും അല്ലാഹുവിന്റെ പരിഗണനയും അല്ലാഹുവിന്റെ സഹായവും എല്ലാം അത്തരക്കാർക്കുണ്ടാകും. നമ്മളൊന്ന് പരീക്ഷിക്കുകയാണ്, എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് മനസ്സിലാക്കി അതിൽ ക്ഷമിക്കുവാൻ സാധിച്ചാൽ അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു കൂടെയുണ്ടെങ്കിൽ സഹോദരങ്ങളെ പിന്നെ എന്തിന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്? എല്ലാ കാര്യത്തിനും പടച്ച റബ്ബിന്റെ കാവലും അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ അപ്പോൾ വേറെ ചില ആളുകൾക്ക് എന്നാലും ഇബാദത്തുകൾ ചെയ്യാൻ കഴിയാതെ പോയതിലുള്ള വിഷമമാണ് എനിക്കുള്ളത് എന്ന് പറയാറുണ്ട്. ഹജ്ജിന് പോകാൻ നിയ്യത്ത് വെച്ചു, ഉംറക്ക് പോകുവാൻ വേണ്ടി ആഗ്രഹിച്ചു, അതിനുവേണ്ടി തയ്യാറെടുത്തു, പക്ഷെ സാധിച്ചില്ല. അതേപോലെ ജുമുഅക്കും ജമാഅത്തിനും പള്ളിയിൽ വരാൻ കൊതിച്ച് ആയുസ്സുള്ളപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ ഒന്നാമത്തെ സഫിൽ വന്നിരുന്ന പല ആളുകൾക്കും രോഗം കൊണ്ട് പള്ളികളിലേക്ക് വരാതിരിക്കുമ്പോൾ മനസ്സ് വേദനിച്ച് സങ്കടത്തോടുകൂടി അവർ പറയാറുണ്ട്, എനിക്കും ആ പള്ളിയിൽ വരാൻ. പ്രത്യേകിച്ച് റമദാനിലും ജുമുഅ സമയങ്ങളിലുമൊക്കെ പള്ളികളിൽ വന്നിരുന്ന ആളുകൾ മനസ്സ് നൊന്ത് വേദനിച്ച് സങ്കടപ്പെട്ട് പറയുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. ഇദാ മരിളൽ അബ്ദു ഔ സാഫർ, ഒരു അടിമ, ഒരു വിശ്വാസി രോഗിയാവുകയോ അല്ലെങ്കിൽ യാത്ര പോവുകയോ ചെയ്താൽ അപ്പോൾ ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായ നമസ്കാരങ്ങളും അതേപോലെ മറ്റു പല കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്ന ആളുകൾക്ക് രോഗാവസ്ഥയിൽ യാത്രാവേളയിൽ ഇതൊന്നും ചെയ്യാൻ കഴിയാതെ വന്നതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല. കുത്തിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹ, യാത്രയില്ലാതിരുന്നപ്പോൾ നീ വീട്ടിൽ കുടുംബത്തോടൊപ്പം താമസിച്ചപ്പോൾ കഴിച്ചുകൂട്ടിയപ്പോൾ നിസ്കരിക്കുന്നവനായിരുന്നോ? ഫർളിന് പുറമെ സുന്നത്തുകൾ നിസ്കരിച്ചിരുന്നോ? ഖുർആൻ ഓതിയിരുന്നോ? അതേപോലെയുള്ള സുന്നത്തുകൾ, ഐച്ഛികമായ പുണ്യകർമ്മങ്ങൾ നിങ്ങൾ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ യാത്രയിലായി അല്ലെങ്കിൽ രോഗിയായി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. നിങ്ങൾ ആരോഗ്യത്തോടുകൂടി വീട്ടിൽ താമസിച്ചപ്പോൾ നിങ്ങൾ ചെയ്തിരുന്നതിന് തത്തുല്യമായ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരുമെന്നാണ്. അപ്പൊ രോഗിയായി എന്നതിന്റെ പേരിൽ ജമാഅത്തിനെത്താൻ സാധിച്ചില്ല, ജുമുഅക്ക് വരാൻ സാധിച്ചില്ല, ഹജ്ജിന് പോകാൻ സാധിച്ചില്ല, ഉംറ നിർവഹിക്കാൻ സാധിച്ചില്ല, അതിന്റെ പേരിൽ മനസ്സ് വേദനിക്കേണ്ടതില്ല. റബ്ബാണ്
നമുക്ക് പ്രതിഫലം നൽകുന്നത്. അല്ലാഹ് തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജാമ്യം നിന്നിട്ടുണ്ട്, ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല. അള്ളാഹു നിശ്ചയിച്ചത് അതിൽ ഖൈറാണ്, അതാണ് നന്മ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദോഷമായി ഒന്നുമില്ല എന്നുള്ള പാഠം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പടച്ച റബ്ബിന്റെ ഖളാ ഖദറിലുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങളിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ച കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന സംഗതിയാണ്. ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അള്ളാഹു അറിയാതെ, പടച്ച റബ്ബ് നിശ്ചയിക്കാതെ, അള്ളാഹ് തീരുമാനിക്കാതെ ഒന്നും സംഭവിക്കുകയില്ല. ആ പടച്ച റബ്ബാകട്ടെ റഹ്മാനും റഹീമും വദൂദുമൊക്കെയാണ്. റഹ്മാൻ അത്യധികം കരുണയുള്ള പടച്ച റബ്ബ്, അത്യധികം കാരുണ്യം നമ്മളോട് ചൊരിയുന്ന റബ്ബ്. വദൂദ് അങ്ങേയറ്റം നമ്മെ സ്നേഹിക്കുന്നവൻ. ആ പടച്ച റബ്ബ് നിശ്ചയിക്കുന്നത് ഒരിക്കലും നമ്മളെ പ്രയാസപ്പെടുത്തുവാനോ കഷ്ടപ്പെടുത്തുവാനോ അല്ല എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചാൽ, ആ റബ്ബ് അറിയാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അതിലെ ഗുട്ടൻസ് ചിലപ്പോൾ നമുക്ക് പിടികിട്ടാൻ അല്പം ചില കാലതാമസം നേരിട്ടേക്കാം. പക്ഷെ ഖുർആൻ പറഞ്ഞത് വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കും, നിങ്ങൾക്ക് വെറുപ്പായിരിക്കും, പക്ഷെ വാസ്തവത്തിൽ അതായിരിക്കും നിങ്ങൾക്ക് ഖൈറ്. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. വേറെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വല്ലാത്ത താല്പര്യമുണ്ടാകും. എനിക്ക് ആ ജോലി തന്നെ കിട്ടണം, അവിടെ തന്നെ ബിസിനസ് തുടങ്ങണം, ആ വീട് അവിടെ തന്നെ ഉണ്ടാക്കണം, ഇങ്ങനെ പലതും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടാകും. പക്ഷേ വഹുവ ശർറുൻ ലക്കും, അത് നിങ്ങൾക്ക് ഷർറായിരിക്കും. അതുകൊണ്ടാണ് ഒരു പക്ഷെ പടച്ച റബ്ബ് അതിൽ നിന്ന് നിങ്ങളെ തട്ടി മാറ്റുന്നത്. നിങ്ങൾ വീണ്ടും വീണ്ടും അതിലേക്ക് പോകുമ്പോൾ എന്റെ റബ്ബ് എനിക്കത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ മനസ്സ് വേദനിക്കാനും സങ്കടപ്പെടാനുമല്ല, അതിൽ ഞാൻ കാണാത്ത എന്തെങ്കിലും ഖൈറുകൾ ഉണ്ടാകും. അത് തന്നതിലും വേറെ ചിലത് തടഞ്ഞതിലും അള്ളാഹുവിന് ചില യുക്തി രഹസ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അള്ളാഹ്ക്ക് അറിയാം എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിച്ചത് നടക്കുക എന്നതിലുപരി നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായി ഖൈറിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പടച്ച റബ്ബിനോട് ചോദിക്കുകയും വേണം. അതിനാണല്ലോ ദുആ ഉൽ ഇസ്തിഖാറ. ഏത് വിഷയത്തിലും, ഒരു യാത്രയാകട്ടെ, ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതാകട്ടെ, ഒരു ബന്ധം പിടിക്കുന്ന വിവാഹത്തിൻ്റെതാകട്ടെ, ഏത് കാര്യത്തിലും അത് ഖൈറാണോ ഷർറാണോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സ്വഹാബത്തിനെ ഖുർആനിലെ ഒരു അധ്യായം, ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നാണ് ദുആ ഉൽ ഇസ്തിഖാറത്തിനെ സംബന്ധിച്ച് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ ആകത്തുക ഇതാണ്: അല്ലാഹുവേ, ഇത് എനിക്ക് ഖൈറാണെങ്കിൽ, ഇത് എന്റെ വിഷയത്തിൽ ഖൈറായി നീ മനസ്സിലാക്കുന്നുവെങ്കിൽ അത് എനിക്ക് നീ എളുപ്പമാക്കി തരണേ. അത് ഷർറാണെങ്കിൽ അതിനെയും എന്നെയും അകറ്റേണമേ. എവിടെയാണോ ഖൈറുള്ളത് അത് എനിക്ക് നൽകി അതിലെനിക്ക് തൃപ്തി നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പടച്ച റബ്ബിന്റെ തീരുമാനം എന്ത് തന്നെയാണ് എങ്കിലും അതിൽ തൃപ്തിപ്പെടുവാനുള്ള മനസ്സ് നമുക്ക് വേണം. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ആഗ്രഹിച്ചത് കിട്ടിയാൽ ഒരു പക്ഷേ അപകടമാണോ ദുരന്തമാണോ എന്നത് അനുഭവിച്ചാലേ നമുക്കറിയുള്ളൂ. ഭാവി അറിയുന്ന പടച്ച റബ്ബിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. അത് ഖൈറാണെങ്കിൽ എനിക്ക് അടുപ്പിച്ചു തരണമേ, ഷർറാണെങ്കിൽ എന്നെ അതിൽ നിന്ന് അകറ്റണമേ, അതിനെ എന്നിൽ നിന്നും അകറ്റണമേ എന്നാണ് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അള്ളാഹുവിനോടുള്ള മഹബത്ത് സത്യസന്ധമാണെങ്കിൽ, പടച്ച റബ്ബിനെ ആത്മാർത്ഥമായി സത്യസന്ധമായി നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അല്ലാഹ് എനിക്ക് വെച്ചത് അത് ഖൈറാണ് എന്ന് തിരിച്ചറിയുവാനുള്ള മനസ്സും ഈമാനികമായ ഉയർച്ചയും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. വഅസ്അലുക റിളാ ബിൽ ഖളാ, അല്ലാഹുവേ, നിന്റെ ഖളാ, നിന്റെ തീരുമാനം, അതിൽ തൃപ്തിപ്പെടുവാനുള്ള ഒരു മനസ്സ് നീ എനിക്ക് നൽകണമേ. അപ്പോൾ അള്ളാഹുവിന്റെ നിശ്ചയങ്ങളിൽ, തീരുമാനങ്ങളിൽ തൃപ്തിപ്പെടുവാൻ നമുക്ക് സാധിക്കുക എന്നത്, ഒരു യാത്ര പോകാൻ സാധിച്ചില്ല, വേദനിക്കും, ശരിയാണ്, പക്ഷേ അതിൽ എന്റെ റബ്ബ് എനിക്കൊരു ഖൈർ നിശ്ചയിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ, ആ ബന്ധം, വിവാഹം പ്ലാൻ ചെയ്ത് എല്ലാം ഒരുങ്ങിയതാണ്, ഇനി എങ്ങനെ ആളുകളെ ഫേസ് ചെയ്യും എന്നല്ല ചിന്തിക്കേണ്ടത്, അത് നടക്കാത്തതിലും ഖൈറുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ കുറെ കഴിഞ്ഞായിരിക്കും നമുക്കറിയുന്നത് ആ ബന്ധം പിടിക്കാതിരുന്നത് നന്നായിരുന്നു എന്ന്. ജീവിതത്തിന്റെ അനുഭവങ്ങൾ പലതുമായി വരുമ്പോൾ അല്ലാഹ് എന്നെ കാത്തതാണ് എന്ന് അപ്പോൾ വരും. അപ്പൊ അതിനു മുമ്പ് ചീത്ത പറഞ്ഞതോ,
അതിനു മുമ്പ് നമ്മൾ പൊറുതികേട് കാണിച്ചതോ? അതാണ് പറഞ്ഞത്, ക്ഷമിക്കുവാനും സഹിക്കുവാനും സാധിച്ച് റബ്ബിൽ തവക്കുലാക്കി എന്റെ റബ്ബ് എനിക്ക് ഖൈറാണ് നിശ്ചയിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 51-ാമത്തെ ആയത്ത് വിശ്വാസികളായ നമ്മുടെ എല്ലാവരുടെയും കൂടെ എപ്പോഴും ഉണ്ടാകേണ്ടത്. ജീവിതത്തിൽ പല പല അനുഭവങ്ങളും വരുമ്പോൾ നിരാശരായി മനം മടുത്ത് ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണം, ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു നമുക്ക് കണക്കാക്കിയതല്ലാതെ, പടച്ച റബ്ബ് നിശ്ചയിച്ചതല്ലാതെ നമുക്ക് ബാധിക്കുകയേയില്ല എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ യുദ്ധത്തിന് പോയ സ്വഹാബത്തിനടക്കം ജീവിതത്തിൽ അവിടെ ഉണ്ടാകുന്ന പരിക്കുകളും പ്രയാസങ്ങളും എല്ലാം അല്ല കണക്കാക്കിയത്, അല്ല വിധിച്ചത്, അല്ല നിശ്ചയിച്ചത് മാത്രമേ നമുക്ക് സംഭവിക്കുകയുള്ളൂ. ഹുവ മൗലാന, അവനാണ് നമ്മുടെ രക്ഷിതാവ്. ഐ മുതവല്ലി ഉമൂറന ദീനിയ വദ്ദുനിയവിയ, നമ്മുടെ ദുനിയാവിന്റെയും ദീനിന്റെയും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നമ്മുടെ സംരക്ഷകനായി, നമ്മുടെ യജമാനനായി നമ്മുടെ കൂടെയുള്ളവനാണ് പടച്ച റബ്ബ്. ഫഅലൈന റിളാ ബിഅഖ്ദാരിഹി, അതുകൊണ്ട് തന്നെ ആ പടച്ച റബ്ബ് വിധിക്കുന്നതിൽ തൃപ്തിപ്പെടുക എന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കരണീയമായിട്ടുള്ളത്. വലൈസ ഫീ ഐദീനാ മിനൽ അംരി ശൈഉൻ, നമ്മുടെ കൈകളിൽ യാതൊന്നുമില്ല, അതിന്റെ നിയന്ത്രണങ്ങളും തീരുമാനങ്ങളും നമ്മുടേതല്ല. നമ്മൾ എന്താഗ്രഹിച്ചാലും എത്ര കണ്ട് പരിശ്രമിച്ചാലും ആത്യന്തികമായി പടച്ച റബ്ബ് നിശ്ചയിക്കണം. ഹുവ മൗലാന, ആ റബ്ബാണ് നമ്മുടെ രക്ഷകൻ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതിനാൽ ഒരു യഥാർത്ഥ വിശ്വാസി തന്റെ എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബിൽ ഏൽപ്പിച്ചു കൊള്ളട്ടെ. അല്ല എടുക്കേണ്ട പണി അള്ളാനെ ഏൽപ്പിച്ച സംഗതി, അതിൽ നമ്മൾ എങ്ങനെ വല്ലാതെ അസ്വസ്ഥതപ്പെടേണ്ടതില്ല എന്നർത്ഥം. അതേപോലെ നാലാമതായി സലഫുകളുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ഒക്കെ ചരിത്രത്തിൽ പലതും പഠിക്കുമ്പോൾ നമുക്ക് മാതൃകകൾ കാണുവാൻ സാധിക്കും. ഹജ്ജിനും ഉംറക്കും ഒക്കെ മോഹിച്ച് വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് വിഷമവും സങ്കടവും മാത്രം തോന്നുന്ന, ഞാൻ പല രീതിയിലും പൈസ സംഘടിപ്പിച്ചതാണ്, അത് കൊണ്ടുപോയി കൊടുത്തു, പാസ്പോർട്ടും പൈസയും അവരുടെ കയ്യിലാണ്, ഇതിനെ തിരിച്ചു കിട്ടുമോ എന്ന് പോലും അറിയുകയില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ചരിത്രത്തിൽ കേൾക്കുന്ന ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ചരിത്രം അതാണ്. ഹിജ്റ 6-ാം വർഷം ദുൽഖഅദ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏകദേശം 1400ഓളം വരുന്ന സ്വഹാബികളും സ്വന്തം നാട്ടിലേക്ക് അഥവാ മക്കയിലേക്ക് തിരിച്ചൊന്നു പോവുകയാണ്. നാട് വിട്ട് എല്ലാം വിട്ടെറിഞ്ഞ് ഹിജ്റ വന്നതിന് ശേഷം ഉംറ ചെയ്യാൻ ആ കഅബയെ തവാഫ് ചെയ്യുന്ന, തലമുണ്ടനം ചെയ്യുന്ന ഉംറയുടെ രംഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ട വിവരം സ്വഹാബത്തിനെ അറിയിച്ചപ്പോൾ അവർക്കെല്ലാവർക്കും ആവേശത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇമാറത്തിൽ പ്രവാചകനെ അമീറാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉംറ ചെയ്യാൻ പോകാൻ. പക്ഷെ ആ വിവരം ആരറിഞ്ഞു? ആദ്യമായി ഉംറക്ക് പോകുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന വിശ്വാസികൾ. നാട് വിട്ട് മദീനയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഒന്ന് തിരിച്ച് മക്കയിലേക്ക് എത്താൻ വേണ്ടി അവർ ഇഹ്റാമിൽ പ്രവേശിച്ചു. ഉംറയുടെ നെയ്യത്തിൽ അവർ വസ്ത്രം ധരിച്ച് അങ്ങനെ പോവുകയാണ്. ഖുറൈശികൾ ആ വിവരം അറിഞ്ഞു. അവരെ ഉംറ ചെയ്യാൻ സമ്മതിക്കുകയില്ല, തടയാൻ അവർ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശൂറ നടത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ പറഞ്ഞു, നമ്മൾ യാത്ര തുടരണം, അവർ തടയാണെങ്കിൽ തടയട്ടെ എന്ന രീതിയിൽ യാത്ര തുടർന്നു. അവസാനം മക്കയുടെ അടുത്ത് ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലം വരെയും എത്തി. ആ ചരിത്രം ഞാൻ പൂർണ്ണമായി വിശദീകരിക്കുകയല്ല. മക്കയുടെ അടുത്തുള്ള പ്രദേശമാണ് ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലം. അവിടെ എത്തിയപ്പോൾ സന്ധി സംഭാഷണമായി. ഒരു വഴക്കിലേക്കും വക്കാണത്തിലേക്കും പോകാതിരിക്കാൻ രണ്ട് വിഭാഗം ആളുകളും അഥവാ ഖുറൈശി പ്രമാണിമാർ പലരെയും പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ ചില പ്രതിനിധികളെ പറഞ്ഞയച്ച് അവരുമായി സംഭാഷണം നടത്തിയെന്നാണ്. അവസാനം ആ സംഭാഷണത്തിന്റെ ആ സന്ധിയുടെ ഒരു കരാർ എന്നുള്ള രീതിയിൽ ഈ വർഷം ഉംറ ചെയ്യാതെ നിങ്ങൾ തിരിച്ചു പോകണമെന്നതാണ്. സ്വന്തം നാടായ മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട ആളുകൾ കുറച്ച് ശക്തി സംഭരിച്ച് വളരെ ആവേശത്തോടെ അതിലേറെ ഈമാനികമായ കരുത്തോടെ ആ കഅബാലയത്തിന്റെ അടുക്കലേക്ക് എത്തുവാൻ വേണ്ടി തയ്യാറെടുത്ത് വന്ന ആളുകളോട് തിരിച്ചു പോകണം ഈ കൊല്ലം, അടുത്ത കൊല്ലം, പിന്നീടൊക്കെ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം.
അങ്ങനെ പ്രത്യക്ഷത്തിൽ പരാജയം തോന്നാവുന്ന, നിന്ദതയും അപമാനവും എന്ന് തോന്നാവുന്ന രീതിയിൽ കുറെ തീരുമാനങ്ങളാണ് അതിലുള്ളത്. ഉംറ ചെയ്യാതെ മടങ്ങുക എന്നത് പലർക്കും സഹിക്കാൻ സാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കയർത്ത് സംസാരിക്കുന്ന അദബുകേടിലേക്ക് പോലും ചിലർ എത്തിപ്പെട്ട മനോവിഷമം പിന്നീട് അവർ സങ്കടപ്പെടുന്നത് കാണുവാൻ ചരിത്രത്തിൽ നമുക്ക് കാണുന്നതാണ്. അതേപോലെ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ച രംഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണമെന്നറിയാതെ പ്രവാചകന്റെ വാക്കുകൾക്ക് സ്വഹാബത്ത് ചെവി കൊടുക്കാത്തൊരവസ്ഥ. അങ്ങനെയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കർമ്മങ്ങൾ ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ നബിയെ നിങ്ങൾ തന്നെ അങ്ങ് ആദ്യം ചെയ്തേക്കുക. ബലിയറുക്കുവാനും അതേപോലെ തന്നെ തലമുണ്ടനം ചെയ്യുവാനും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായപ്പോൾ ഇഹ്റാം പൂർത്തീകരിച്ച് കർമ്മം ചെയ്യാതെ മടങ്ങിപ്പോവാണല്ലോ. അപ്പൊ അതിന്റെ പ്രായശ്ചിത്തം എന്ന രീതിയിൽ ബലിയറുക്കേണ്ടതുണ്ട്. അങ്ങനെ നിർവഹിക്കുവാൻ വേണ്ടി തയ്യാറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് കണ്ട് സ്വഹാബികളും പിന്നെ അങ്ങ് ചെയ്തു. ഒരു വല്ലാത്ത മാനസിക അവസ്ഥയോടുകൂടി അവർ തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോരുന്ന സന്ദർഭത്തിലാണ് സൂറത്തുൽ ഫത്ഹിലെ ആയത്തുകൾ അവതരിക്കുന്നത്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, നിനക്ക് തീർച്ചയായും വ്യക്തമായൊരു വിജയം നാം ഇതാ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആയത്ത്. ആ ആയത്തുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉൻസിലത അലയ്യ ലൈലത സൂറത്തുൻ ലഹിയ അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസു. സൂര്യൻ ഉദിക്കുന്ന അഥവാ ദുനിയാവിലെ എല്ലാ സംഗതികളെക്കാളും ഏറ്റവും പ്രിയങ്കരമായ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സൂറത്ത് ഈ കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് അവതരിച്ചിട്ടുണ്ട് എന്ന് യാത്രാവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. എന്നിട്ട് ഓതിക്കൊടുത്തത് സൂറത്തുൽ ഫത്ഹാണ്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, അഥവാ വലിയൊരു വിജയത്തിന്റെ തുടക്കമായിരുന്നു അത് എന്നർത്ഥം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നകും തഅദ്ദൂനൽ ഫത്ഹ ഫത്ഹ മക്ക. അല്ലാഹ് പറഞ്ഞത് നിങ്ങൾക്കൊരു വിജയം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത് മക്കാ വിജയമാണ്. മക്ക മുസ്ലിങ്ങൾക്ക് കീഴിലേക്ക് വന്ന് മക്കം ഫത്ഹായ ആ വിജയത്തെ കുറിച്ചാണ് എന്ന് നിങ്ങൾ കണക്കാക്കുന്നു. പക്ഷേ വനഹ്നു നഉദ്ദുൽ ഫത്ഹ സുൽഹൽ ഹുദൈബിയ, ഞങ്ങൾ സ്വഹാബികൾ അതിനെ കണക്കാക്കിയത് ഹുദൈബിയ സന്ധിയാണ്. ഹുദൈബിയ സന്ധി പ്രത്യക്ഷത്തിൽ ഒരു പരാജയവും അപമാനവുമായി പലർക്കും തോന്നിയെങ്കിലും വാസ്തവത്തിൽ അതിന്റെ പിന്നാലെ ഒട്ടേറെ നേട്ടങ്ങളും ഗുണങ്ങളും മാത്രമാണ്. അതാണ് പറഞ്ഞത്, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾ ചിലത് ആഗ്രഹിച്ചത് നടക്കാതെ പോകുമ്പോൾ സങ്കടപ്പെടും, പൊറുതുകേട് കാണിക്കും. വേറെ ചിലത് നിങ്ങൾ വെറുക്കും, ആ വെറുത്തത് അതേപോലെ നടക്കുമ്പോൾ നിങ്ങൾ പൊറുതുകേട് കാണിക്കും. പക്ഷെ രണ്ടുമല്ല കാര്യം, അള്ളാഹു അറിയുന്നു, നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞതുപോലെ. അതേപോലെ സഹോദരങ്ങളെ, ആപത്തുകളും പ്രയാസങ്ങളും നഷ്ടവും ഒക്കെ വരുമ്പോഴും അതൊന്നും ഒരു വിശ്വാസിക്ക് ഉണ്ടാവുകയില്ല എന്നല്ല. അങ്ങനെയെല്ലാം എന്ത് സംഭവിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ, ഏതൊരു മുസ്ലിമിനെയും ഏതെങ്കിലും ഒരു മുസീബത്ത്, ആപത്ത് ബാധിച്ചു കഴിഞ്ഞാൽ ഫയഖൂൽ മാ അമറല്ലാഹ്, അല്ലാഹ് കൽപ്പിച്ചതുപോലെ പറയണം. എന്താ അല്ലാഹ് കൽപ്പിച്ചത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. വിശ്വാസികളുടെ ഗുണമായി പറഞ്ഞതാണ്, അവർക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത്, ആപത്ത്, അപകടം പെട്ടുകഴിഞ്ഞാൽ അവർ ഉടനെ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് മരണവാർത്ത കേട്ടാൽ മാത്രം പറയേണ്ട സംഗതിയല്ല. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയെന്നിരിക്കട്ടെ, നമ്മൾ ഓടിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ ടയർ പഞ്ചറായി എന്നിരിക്കട്ടെ, ചെറുതും വലുതുമായ ഏത് ദുരന്തവും ഏത് പ്രയാസവും ഉണ്ടാകുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാം പടച്ചറബിന്റേതാണ്, പടച്ചറബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്, അല്ലാഹ് നിശ്ചയിച്ചതാണ് ഇതും. അതുകൊണ്ട് അതിൽ സമാശ്വസിക്കുവാൻ സാധിക്കണം. എന്നിട്ടോ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി, അല്ലാഹുവേ ഈ മുസീബത്തിൽ, ഈ ആപത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ. വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹ, ഇതിനേക്കാൾ ഉത്തമമായത് എനിക്ക് നീ പകരം തരണമേ. അവിടെയും ദുആ പഠിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹ, അതിനേക്കാൾ ബെറ്ററായ ഉത്തമമായ മറ്റൊന്ന് അള്ളാഹു അയാൾക്ക് കൊടുക്കാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണുവാൻ സാധിക്കും. ആ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരുവളായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു അനുഭവം കൂടി കുറിക്കുന്നുണ്ട്.
എന്താണ് പറഞ്ഞത് എന്നറിയോ? എന്റെ ഭർത്താവ് അബൂസലമ അദ്ദേഹം മരണപ്പെട്ടു പോയി. അബൂസലമ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് പഠിപ്പിച്ച ഈ ഹദീസ്, ഈ ദുആ എനിക്ക് ഓർമ്മ വന്നു. പക്ഷേ എന്റെ ഭർത്താവിനേക്കാൾ നല്ലൊരു മനുഷ്യൻ വേറെയുണ്ടോ? ഏതൊരു ഭാര്യയും ചിന്തിക്കേണ്ടത്, ഏതൊരു ഭർത്താവും മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത് അങ്ങനെയാണ്. എന്റെ ഭാര്യയേക്കാൾ നല്ലവളായി വേറൊരാളുമില്ല എന്ന് ഏതൊരു ഭർത്താവും ചിന്തിച്ചാൽ കുടുംബത്തിൽ കുറെ പ്രശ്നങ്ങൾ അവസാനിക്കും. ഏതൊരു ഭാര്യയും ഏറ്റവും പ്രിയങ്കരനായത്, ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യൻ എന്റെ ഭർത്താവാണ് എന്ന് വിലയിരുത്തുവാൻ സാധിക്കുന്നിടത്തോളം അവരുടെ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. അത് അവിടെ ഇരിക്കട്ടെ. ഏതായിരുന്നാലും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാൻ, എന്റെ പ്രിയങ്കരനായ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദുആ ചൊല്ലാൻ. എങ്കിലും എന്റെ മനസ്സിൽ തോന്നിയത്, ആദ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ പോയ ആളുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ കുടുംബമാണ് അബൂ സലമയുടെ കുടുംബം. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ കഷ്ടപ്പെടുവാനും അധ്വാനിക്കുവാനും തയ്യാറായ അബൂ സലമയേക്കാൾ നല്ലൊരു മനുഷ്യൻ വേറെ. അത് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരാളെ കോലപ്പെടുത്താൻ പോലും കഴിഞ്ഞില്ല. പക്ഷെ എന്നാലും അള്ള പഠിപ്പിച്ചതല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ള വഹയി കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ. ആ വിശ്വാസത്തോടുകൂടി അവർ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി, ഇന്നാ ലില്ലാഹി ഒക്കെ ചൊല്ലിയതിനു ശേഷം, അല്ലാഹുവേ ഈ ആപത്തിൽ എനിക്ക് പ്രതിഫലം നൽകണം, ഇതിനേക്കാൾ ഉത്തമമായത് എനിക്ക് പകരം നൽകണം എന്ന് പ്രാർത്ഥിച്ചു. എന്റെ ഇദ്ദ കഴിയുമ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹാന്വേഷണവുമായി ആളെ പറഞ്ഞയച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിയേക്കാൾ വേറെ ആരാണ് ദുനിയാവിൽ പ്രിയങ്കരനായിട്ടുള്ളത്, ഏറ്റവും നല്ലവനായിട്ടുള്ളത്? അബൂ സലമയേക്കാൾ, അബൂബക്കറിനേക്കാൾ, ഉമറിനേക്കാൾ, ലോകത്തുള്ള എല്ലാവരേക്കാളും ഉന്നതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയുടെ ഭർത്താവായി വരുന്നു. ഉമ്മു സലമ അതോടുകൂടി വിശ്വാസികളുടെ എല്ലാവരുടെയും ഉമ്മ എന്ന് പറയുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാവ് എന്ന പദവിയിലേക്ക് വരുന്നു. ഇതെല്ലാം കിട്ടിയത് ഈമാനോടുകൂടി ആ ദുആ ചെയ്തത് കൊണ്ടാണ്. സഹോദരങ്ങളെ, അതേപോലെ നിയ്യത്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾ എന്തിനു വേണ്ടിയാ ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയത്? ഉംറക്ക് വേണ്ടി പോകുവാൻ നമ്മൾ തയ്യാറെടുത്തത് എന്തിനു വേണ്ടിയാ? പടച്ചറബിന് വേണ്ടിയാണോ? ഇഖ്ലാസോടുകൂടി അള്ളാഹ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ, സ്വർഗം കിട്ടണം, സ്വർഗം മോഹിച്ചുകൊണ്ടായിരുന്നോ? എങ്കിൽ കിട്ടിക്കഴിഞ്ഞു. അത് അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു ചരിത്രമുണ്ട്. മഅൻ ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുമാ, മഅൻ എന്ന് പറയുന്നത് മകൻ, യസീദ് എന്ന് പറയുന്നത് വാപ്പ. വാപ്പയും മകനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വാപ്പ കുറച്ച് ദീനാർ, കുറെ പൈസ സ്വതക്ക ചെയ്യാനായി ഫവളഅഹാ ഇൻദ റജുലിൻ ഫിൽ മസ്ജിദ്, പള്ളിയിൽ കൊണ്ടുപോയി ഒരാളെ ഏൽപ്പിച്ചു. സകാത്ത് സെല്ല് അതേപോലെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ നമുക്ക് മാതൃകയാക്കാവുന്ന രീതിയിൽ വാപ്പ സദക്ക ചെയ്യാൻ തീരുമാനിച്ച കുറെ സംഖ്യ പള്ളിയിൽ ഒരാളെ കൊണ്ടുപോയി ഏൽപ്പിച്ചു. അത് പിന്നീട് മകൻ വന്നുകൊണ്ട് മകന്റെ ആവശ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു? വാപ്പ കൊടുത്ത പൈസ മകന് കൊടുത്തു. ആ വിവരം വാപ്പ അറിഞ്ഞു. വാപ്പ അറിഞ്ഞപ്പോൾ വാപ്പക്കത് ഇഷ്ടപ്പെട്ടില്ല. വല്ലാഹി മാ ഇയ്യാക അറത്തു, മകനെ നിന്നെയല്ല ഞാൻ ഇതിലൂടെ ഉദ്ദേശിച്ചത്, വേറെ പാവപ്പെട്ട ആളുകൾക്ക് അത് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അയാൾ അർഹനാണ്. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ വാപ്പയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ലകമാ നവൈത യാ യസീദ്, യസീദ് നീ എന്താണ് നിയ്യത്താക്കിയത്? പാവപ്പെട്ടവന് സ്വതക്ക കൊടുക്കാന്നല്ലേ? നിന്റെ നിയ്യത്ത് കിട്ടിക്കഴിഞ്ഞു. വലകമാ അഖദ്ത യാ മഅൻ, മഅനെ നിനക്ക് ആവശ്യമുള്ള അർഹതയുള്ളതല്ലേ നീ എടുത്തത്, നീ എടുത്തോ. രണ്ടുപേർക്കും കിട്ടേണ്ടത് കിട്ടി എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ ഹജ്ജിന് പോകുവാൻ തീരുമാനിച്ചു, ഉംറക്ക് പോകുവാൻ തീരുമാനിച്ചു, ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു, നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തടസ്സങ്ങൾ നേരിട്ടാൽ നമ്മൾ പൊറുതുകേടും അസ്വസ്ഥതയും കാണിക്കേണ്ടതില്ല. പടച്ചറബ് അനുഗ്രഹിച്ചാൽ നമ്മുടെ നിയ്യത്ത് നല്ലതാണെങ്കിൽ, ഇഖ്ലാസോടുകൂടിയാണ് നമ്മൾ അതിലേക്ക് ഒരുങ്ങിയതെങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നർത്ഥം. അപ്പോ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും അസ്വസ്ഥതയും പൊറുതുകേടുമല്ല, റബ്ബിൽ തവക്കുലാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ നിർഭയരായിരിക്കും. അസ്വസ്ഥതയിൽ അവർക്ക് കഴിയേണ്ടി വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശർറുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പല അനാചാരങ്ങളും നടക്കാറുണ്ട്. അതിലൊന്നാണ്, യാത്ര പോകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ യാത്ര പറയാറുണ്ട്. യാത്ര പറയണം, അത് നല്ല കാര്യം തന്നെയാണ്. അതേപോലെ എന്തെങ്കിലും ഹക്കിടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കണം. ആരെയെങ്കിലും മനസ്സുകൊണ്ടോ മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ അവരോട് പൊരുത്തപ്പെടുവിച്ച് നല്ലൊരു മനസ്സുമായി പോവുക എന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്നാൽ അതിൻ്റെ ഒക്കെ അതിരുകൾ ലംഘിച്ചുകൊണ്ട് പുതിയ പുതിയ കോലങ്ങളിലായി ഹജ്ജ് യാത്ര പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഹജ്ജിന് പോകുന്ന ആളുകൾ ഒരു യാത്ര ചടങ്ങായി സംഘടിപ്പിച്ച് ഹജ്ജ് കല്യാണം എന്ന പേരിൽ തന്നെ ചില പ്രദേശങ്ങളിൽ നടക്കുന്നതായി കാണുവാൻ സാധിക്കും. അതിനുവേണ്ടി പ്രത്യേകം ഭക്ഷണം ഒരുക്കി സൽക്കാരങ്ങൾ, ചില ഹാളുകളൊക്കെ ബുക്ക് ചെയ്ത് ഒരു കല്യാണം നടക്കുന്ന അതേ പ്രതീതിയിൽ പ്രത്യേകം ദുആ ചെയ്യാനും അതേപോലെ തന്നെ പ്രത്യേകമായ ആചാരങ്ങളുമായി ഒക്കെ കടന്നു വരുമ്പോൾ അതൊരു നല്ല കാര്യമാണ് എന്ന് ആരും കരുതേണ്ടതില്ല. ദീനിൽ അങ്ങനെയാണ് പല ബിദ്അത്തുകളും കടന്നു വരുന്നത്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഒരു ഹറാമ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് ഒരു ബിദ്അത്ത് ദീനിൽ ഉണ്ടാക്കാനും അത് ചെയ്യിപ്പിക്കാനായിരിക്കും. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പരമാവധി ആളുകളെ കാണിക്കാതെ ആളുകളെ അറിയിക്കാതെ ചെയ്യുക എന്നത് ഇഖ്ലാസിന്റെ തേട്ടമാണ്. പക്ഷെ ഞാനൊരു ഹാജിയാരാണ്, ഹജ്ജിന് പോകാണ് എന്ന് 4 ആളുകളെ അറിയിച്ച് അതേപോലെ പോകാൻ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു സദ്യയും പരിപാടിയും സംഘടിപ്പിക്കാൻ കഴിയാത്തതിന്റെ വിഷമത്തിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് കൊണ്ട് അവർ വേദനിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇസ്ലാമികമായി മാതൃകയുള്ള സംഗതിയല്ല. അത്യാവശ്യം ചെന്നുള്ള ആളുകളോട് പറയണം, ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവർക്കൊരു ഭക്ഷണം കൊടുക്കണം എന്നല്ലാതെ അതിനുവേണ്ടി പ്രത്യേകം പന്തലിട്ട് പ്രത്യേകം ഹാള് ബുക്ക് ചെയ്ത് ഇന്ന ദിവസം ആളുകളുടെ ഡേറ്റൊക്കെ നോക്കി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അതൊരു ആഘോഷമാക്കി, വാസ്തവത്തിൽ മറ്റു പല മതത്തിന്റെ ആളുകളും അവരുടെ കെട്ടുനിറയുമായൊക്കെ ബന്ധപ്പെട്ടു പോകുമ്പോൾ അങ്ങനെയൊക്കെ പലതും സംഘടിപ്പിക്കാറുണ്ട്. ആ രീതിയിലേക്കുള്ള ഒരു അനാചാരമായി ഇസ്ലാമികമായ ഹജ്ജിന്റെയും ഉംറയുടെയും യാത്രകളെ അധപ്പതിപ്പിക്കരുത് എന്നതുകൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ദീനിയായ കാര്യങ്ങൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സ്വഹാബത്ത് ചെയ്ത് കാണിച്ച ആ മാതൃകയിലൂടെ ചെയ്യാനും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ശരിയായ രീതിയിൽ ദീൻ പഠിച്ച് അത് അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നമുക്ക് ഉളഹിയ്യത്ത് എന്ന കർമ്മമുണ്ട് എന്നറിയാം. എല്ലാവരും ഉളഹിയ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന തയ്യാറെടുക്കുന്ന ആളുകൾ നമ്മുടെ പള്ളിയുമായി സഹകരിച്ച് ഉളഹിയ്യത്ത് കർമ്മങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പള്ളി ഭാരവാഹികളുമായി ബന്ധപ്പെടണം എന്നുകൂടി അറിയിക്കുകയാണ്. കാലേക്കൂട്ടി നമ്മളതിന് ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് പൂർത്തീകരിക്കുവാൻ സാധിക്കുക എന്നുള്ളത് കൊണ്ട് ഉണർത്തിയെന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും നല്ല നല്ല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സഫലീകരിച്ചു തരുമാറാകട്ടെ. എല്ലാത്തരം പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കുവാനും ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ കൂടെ സമ്മേളിക്കുവാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة.